ഫിസിക്കൽ ഇഷ്യൂസും ട്രീറ്റ്മെന്റ് എടുത്തു. അപ്പൊ ആള് പറഞ്ഞത് റിസൾട്ടായിട്ട് ആള് പറഞ്ഞത്, എത്രയോ കാലത്തിന് ശേഷം വളരെ സമാധാനായിട്ട് ഉറങ്ങാൻ തുടങ്ങി. വീട്ടീന്ന് ഒരാള് പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ച് കേറുന്നത് വരെ ടെൻഷൻ അടിക്കും. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചാ, ഈ പോയ ആളിനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കും. കോൺസ്റ്റന്റ് ആയിട്ട്. അപ്പൊ ആൾക്ക് സമാധാനായിട്ട് ജോലി ചെയ്യാനോ, പുറത്ത് നിക്കാനോ പറ്റില്ല. ആർക്കും വീട്ടീന്ന് പുറത്തിറങ്ങി ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് മാറി. പിന്നെ ഈ വീട്ടിലിപ്പോ കുക്ക് ചെയ്യുന്നിടത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്ന് വെച്ചാ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുക്ക് ചെയ്യുന്നതിന് പകരം എന്താണോ ബെസ്റ്റ് ആയിട്ട് പോസിബിൾ ആയിട്ടുള്ള കാര്യം അത് ചെയ്യാൻ തുടങ്ങി. പറ്റാത്ത കാര്യങ്ങൾക്ക് നോ പറയാൻ തുടങ്ങി. ഇപ്പൊ വീട്ടിലൊരാള് വന്ന് ഇന്ന കാര്യം വേണം എന്ന് പറയാണെങ്കില് ഒന്ന് എന്റെ കൂടെ പുറത്ത് പോകാൻ വരുമോന്ന് ചോദിച്ചാ, ഞാൻ ഓക്കെ അല്ല വയ്യാണ്ടിരിക്കയാണ്. നമുക്ക് പിന്നീടൊരിക്കൽ പോയാലോ എന്ന് ചോദിക്കാൻ പഠിച്ചു. അതേപോലെ ഒത്തിരി മാറ്റങ്ങൾ ആളുടെ ബിസിനസ്സിൽ ഒത്തിരി ചേഞ്ചസ് വന്നു. ആഹ് ഇങ്ങനെ സന്തോഷം എന്താണെന്ന് അനുഭവിച്ച് ജീവിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം നമ്മുടെ ലൈഫില് ഫിയർ റിയാക്ഷൻ ആണ്. എന്താണ് മോശമായിട്ട് സംഭവിക്കുക എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുകയും അവിടെ നമ്മൾ ഓവർ തിങ്കിങ് വരികയും ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ ഇതിന് സൈക്കോളജിക്കൽ റീസൺസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സാഹചര്യങ്ങളുടെ നമ്മളുടെ ചുറ്റുമുള്ള നമ്മളുടെ കണ്ടീഷനിങ്ങിൽ വരുന്ന റീസൺസ് ഉണ്ട്. ഇതിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യുക. ചില സംഗതിയിൽ നമുക്ക് ശരിക്കും മെഡിസിൻ സപ്പോർട്ട് വേണ്ടി വരും. ചിലതിൽ നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടതായിട്ടുണ്ടാകും. പക്ഷെ എന്താണെങ്കിലും നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് ആൾക്ക് മനസ്സിലാവുകയും ആള് ലൈഫിൽ ഒത്തിരി ഹാപ്പി ആയിട്ട് ഇപ്പം ജീവിക്കുകയും ചെയ്യുന്നുണ്ട്.